ആദ്യം ശ്രീ ഫിലിപ്പോസ്, താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സന്തോഷം നൽകുന്ന തീരുമാനമായിരിക്കും ഇന്നുണ്ടായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ സമയം ബാറുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും എന്നതാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് എനിക്കങ്ങനെ വലിയ സന്തോഷം തരുന്ന കാര്യമൊന്നുമില്ല. കാരണം ഞാൻ 10 മണിക്ക് മുമ്പായിട്ട് മദ്യപിക്കണമെന്നുള്ളപ്പോൾ എല്ലാ ദിവസവും ഞാൻ വലിയ മദ്യപാനിയൊന്നുമല്ല. മദ്യം ഉപയോഗിക്കുന്ന ആളാണ്. അത് റെസ്പോൺസിബിൾ ഡ്രിങ്കർ, ഒക്കേഷണൽ ഡ്രിങ്കറാണ്. അത് ഈ ബാറുകൾക്ക് മാത്രമായിട്ട് ഇത് നീട്ടി കൊടുക്കുന്നതോട് എനിക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അതിനോട് എനിക്ക് യോജിക്കാനും കഴിയുന്നില്ല. കാരണം ബാറിൽ പോയി കഴിക്കുന്നവർ സാധാരണക്കാരല്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അത് ബെഫ്കോയിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഫെഡറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ മാത്രം അതിനും കൂടെ ആനുകൂല്യങ്ങൾ, ഈ ബാറിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അതിന് കൊടുക്കണം. പിന്നെ ഇപ്പം പ്രതിപക്ഷം പറയുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ KCBC പറയുന്ന പോലെയോ ഇതൊരു ഡീലാണോ എന്നുള്ളത് രാഷ്ട്രീയമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും ബാറുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അതിന് കൊടുക്കുന്ന ഇളവുകൾ ബെഫ്കോയ്ക്ക് കൊടുത്താൽ എന്താ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഈ ആഗസ്റ്റ് 15 ജാനുവരി 26 തിരുവോണം, ഈ ദിവസങ്ങളിലൊക്കെ ബാർ തുറന്ന് പ്രവർത്തിക്കുകയും ബെഫ്കോയുടെയും മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെയും ഇതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റുകൾ അടച്ചിടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ബാർ മുതലാളിമാരെ സഹായിക്കാനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നുന്നില്ല, ശരിയാക്കാം. അതുപോലെ ഈ സമയം കൂട്ടുന്നതുകൊണ്ട് ഈ ബെഫ്കോയുടെയൊക്കെ 9 മണിക്ക് അടയ്ക്കുന്നു. ബാറുകൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകൾക്കുമൊക്കെ വെളുപ്പിനെ വരെ പ്രവർത്തിക്കാം. അതിപ്പം ഒരു കാര്യം ഈ സർക്കാർ, LDF സർക്കാർ ആലോചിക്കുന്നത് നല്ലതാണ്. ഈ ടൂറിസ്റ്റുകളുടെ വോട്ട് കൊണ്ടല്ല അവർ ജയിക്കുന്നത്. വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകളുടെ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ, സാധാരണക്കാരൻ്റെ കേരളത്തിലെ ആൾക്കാർ 80 ലക്ഷത്തോളം പേര് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 80 ലക്ഷമില്ല. അത് ആ 80 ലക്ഷം പേരുടെ വോട്ട്. അതെ, നമുക്കറിയാം ആൻ്റണി സർക്കാർ ചാരായം നിരോധിച്ചു കഴിഞ്ഞാൽ LDFന് കിട്ടിയ ഒരു നേട്ടം. അതുപോലെ 2016 ഉമ്മൻചാണ്ടി ബാറും ഒക്കെ നിരോധിച്ചു, ബെഫ്കോയുടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറച്ചു. അപ്പം LDFന് കിട്ടിയൊരു നേട്ടം. അതൊക്കെ ഈ സാധാരണക്കാരനെയാണ്. അവന് മദ്യനിരോധനം ഉണ്ടാവില്ല എന്ന് LDF ഒരിക്കൽ മദ്യനിരോധനം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം അവനുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാരൻ. അതുകൊണ്ട് അത് സർക്കാർ ആലോചിക്കണം. എന്തൊക്കെ ആനുകൂല്യങ്ങൾ ബെഫ്കോയ്ക്കോ കിട്ടാനുണ്ടോ അതെല്ലാം കൊടുക്കണം. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, അപ്പോൾ ബാറുകൾക്ക് സമയം നീട്ടി നൽകിയത് നല്ല കാര്യം, അത് എല്ലാ മദ്യവിൽപ്പനശാലകൾക്കും കൂടി പ്രാവർത്തികമാക്കണം എന്നതാണ് താങ്കളുടെ. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ 1011 ബാറുകളുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകൾ 348 ഉള്ളൂ. അതും ഈക്വൽ. ഈ 348 ഔട്ട്ലെറ്റ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ അത് 15,000 പേർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. കേരളത്തിൽ 1,28,000 പേർക്കാണ് ഒരു ഔട്ട്ലെറ്റ് വരുന്നത്. അത് തെറ്റല്ലേ? മറ്റ് സംസ്ഥാനങ്ങളിലെ നല്ല കാര്യങ്ങളും കൂടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അഡോപ്റ്റ് ചെയ്യണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും വിലയില്ല. അതുപോലെ തന്നെ അവിടെ അളവ്, ഇവിടെ 150 ml മദ്യം കിട്ടും. പക്ഷേ മറ്റ് കർണാടകയിലും തമിഴ്നാട്ടിൽ കിട്ടുന്നത് 90-ൻ്റെയും 60-ൻ്റെയും അളവിലുള്ള ടെട്രാ പാക്കിലുള്ള മദ്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊക്കെ മദ്യം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അളവ് കുറഞ്ഞത് 1 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്റർ അല്ലെങ്കിൽ 375 അങ്ങനെയൊക്കെയുള്ള അളവുകൾ മാത്രമേ കൊടുക്കുന്നത് ബാറുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ബാറിൽ ചെന്ന് വേണമെങ്കിൽ ഒരു 30 കുടിക്കാം, അല്ലെങ്കിൽ 60 ml 30 ml 60 ml ഒക്കെ വാങ്ങിച്ചാൽ കിട്ടും. അത് ഒഴിവാക്കണം. ഈ തുല്യത ഉണ്ടാകണം, എല്ലാം നീതി. ബെഫ്കോയുടെ ഔട്ട്ലെറ്റിനും മാർക്കറ്റ് ഫെഡിൻ്റെ ഔട്ട്ലെറ്റിനും ബാറുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും കിട്ടണം എന്നുള്ള സർക്കാരിന് സാധാരണക്കാരെ ഇങ്ങനെ കുടിപ്പിച്ച് കിടത്തണം എന്നതല്ല സർക്കാരിൻ്റെ നയം. നമ്മുടെ ടൂറിസം മേഖലയ്ക്കൊക്കെ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്ന ന്യായീകരണം. എന്ത് ന്യായീകരണം ഉണ്ടായാലും ഈ സാധാരണക്കാർ, ഞാൻ ചോദിക്കാം, കേരളത്തിലെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് 22 വർഷത്തോളമായി മദ്യം നിരോധിച്ചിട്ട്. ട്രൈ ലാൻഡാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യാജമദ്യം വിൽക്കപ്പെടുന്നത് ഇപ്പോഴും. അവിടെയാണ് വഴിയിലൊക്കെ കിടക്കുന്ന ഫോട്ടോ ഒക്കെ മീഡിയയിലൊക്കെ കണ്ടുകൂടെ, വഴിയിലൊക്കെ കിടക്കുന്ന സ്ത്രീകൾ വരെ കുടിച്ചിട്ട് കിടക്കുന്നില്ലേ? അതുപോലെ തന്നെ അതിൻ്റെ എതിരായിട്ടുള്ളൊരു സംഭവമുണ്ട്. മാഹി, കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെ ഇടയ്ക്കില്ലേ മാഹി, അവിടെ 10 കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 62 ബാറുണ്ട്. അവിടെ ആരും വഴി കിടക്കുന്നില്ലല്ലോ. കുടിച്ച് എല്ലാവരും നശിക്കുകയാണോ? അതല്ല, ബാർ ഓപ്പൺ ചെയ്ത് വെച്ചില്ല. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വേണമെന്ന് പറയുന്നത് ഈ വിദേശ മദ്യം എന്ന് പറയുന്നത് വെറും ഈ ചേരപ്പാമ്പാണ്. പക്ഷേ ഈ MDMA പോലെയുള്ളത് കിങ് കോബ്രയാണ്. അതുപോലെ വലിയ മാരകമായ വിഷമാണ് അതൊക്കെ. ഈ MDMA, രാസലഹരിയൊക്കെ. അതാണ് നമ്മളിപ്പം കൂടുതൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ചെയ്യേണ്ടതും. ഈ മദ്യം വെറും ചേരപ്പാമ്പാണ്, വിഷമുള്ളതല്ല. ഇത് കമ്പയർ ചെയ്യുമ്പം, ഈ രാസലഹരിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വെറും ചേരപ്പാമ്പ്. മറ്റേത് രാജവെമ്പാലയാണ്, ഈ MDMA
അതുപോലെ ഈ സ്റ്റാമ്പുകൾ, ലഹരികൾ, എന്തെല്ലാം പുതിയ പിള്ളേർ കഴിക്കും. കൊച്ചു പിള്ളേർ വരെ കഴിക്കുന്നുണ്ട്. മദ്യം കഴിച്ചിട്ട് വന്ന ഒരു സ്കൂളിൽ പോകുന്ന ഒരാൾ മദ്യം കഴിച്ചിട്ട് വന്നാൽ അറിയാൻ പറ്റും, ഒരു മണം ഉണ്ടാവും. മറ്റേതാണെങ്കിൽ അറിയത്തില്ല. സ്വഭാവ വിശേഷങ്ങൾ വരുമ്പോഴേ ഉള്ളൂ. അന്നേരത്തേക്ക് അവനെ അടിമയായി കഴിഞ്ഞിരിക്കും. ഇപ്പം മദ്യത്തിന് അത്രയും പെട്ടെന്ന് അടിമയാകുന്നില്ല. പക്ഷേ രാസലഹരിയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുകയും ഇതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, നടപടികളും ഒക്കെ നടത്തേണ്ടതും എല്ലാവരും എതിർക്കേണ്ടതും ഈ രാസലഹരിക്ക് വേണ്ടിയിട്ടാണ്. രാസലഹരിയെ എതിർക്കാം. അപ്പോൾ തന്നെ മദ്യത്തെ അനുകൂലിച്ചുകൊണ്ട് എന്ന നിലയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സാഹചര്യം? വിവിധ അഭിപ്രായമുള്ളവരുടെ താല്പര്യം എന്താണ്? എങ്ങനെ ഈ തീരുമാനം സമൂഹത്തെ ബാധിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നത് പരിശോധിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.